പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച നാടകയാത്ര ചെറുപുഴയിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷനായി. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ SHO സുനിൽ ഗോപി ഉദ്ഘാടനം ചെയ്തു. അവൻ അവിടെ പോയിട്ട് MP പഠിക്കുന്ന സമയത്ത് ലഹരിക്ക് അടിമപ്പെട്ടു. ഡീഅഡിക്ഷൻ സെന്ററിൽ കിടന്നു. ഇവിടെ വന്നത് കിട്ടാതെ വന്നപ്പോൾ അച്ഛനെ വെട്ടാൻ ഓട്ടിക്കുക പൈസയ്ക്ക് വേണ്ടി. അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് ഈ കുട്ടിയെ ബാംഗ്ലൂർ വിട്ട് പഠിപ്പിച്ചതാണ്. അയാൾ പറയുമ്പോൾ തന്നെ അയാളെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. അപ്പോഴും അച്ഛനെ ചീത്ത വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ആ വെട്ടൂത്തിയും പിടിച്ചു വെച്ചാൽ അയാളെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി. അയാൾ പറഞ്ഞു, സാറേ ഇവിടെ വെട്ടിട്ട് പോയാൽ രാവിലെ വരെ ഞാൻ ജീവിക്കൂല, എന്നെ വെട്ടിക്കൊല്ലും, സാർ എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടിരുത്ത് രാവിലെ നമുക്ക് ഡീഅഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അയാളെ സ്റ്റേഷനിൽ കൊണ്ടിരുത്തി. കാരണം അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ ജോലി ചെയ്യുന്ന പല സ്ഥലങ്ങളിലും കൂടുതലും ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ആരും മുതിർന്ന ആൾക്കാരല്ല, 45 വയസ്സോ അതിന് മുകളിലോട്ടുള്ള ആൾക്കാരല്ല. അവരെല്ലാം തന്നെ ചിലപ്പോൾ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് എന്തെങ്കിലും സാധനം വാങ്ങിച്ച് പലരും കൂടി അടിച്ചിട്ട് അങ്ങ് തിരിഞ്ഞു പോകുന്ന ആൾക്കാരാണ്. വീട്ടിൽ പോലും മറ്റുള്ള ബഹളമോ ഒന്നും ഉണ്ടാക്കുന്ന ആൾക്കാരല്ല. ഈ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വീട്ടിലും സമൂഹത്തിലും അതുപോലെ തന്നെ സ്കൂളിലായാലും കോളേജ് തലത്തിലായാലും ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന പോലീസിന് തന്നെയാണ്. നമുക്ക് തന്നെ അറിയാൻ പറ്റും, ഈ കാലഘട്ടത്തിൽ എക്സൈസിന് നിരവധി പ്രാവശ്യം എക്സൈസിനെതിരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ പോലീസിനെതിരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നത് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമാണ്. ഇന്ന് തന്നെ അറിയാം, സമൂഹത്തിൽ എന്തൊരു കുറ്റകൃത്യം നടന്നാലും, ഒരു കൊലപാതകം നടന്നാൽ അതിൻ്റെ പിന്നിലുള്ള വസ്തു എന്ന് പറഞ്ഞാൽ ലഹരി വസ്തുക്കളായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. ദാമോദരൻ മാസ്റ്റർ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുപുഴ ഇമ നാടകവേദിയാണ് പത്മവ്യൂഹം എന്ന നാടകം അവതരിപ്പിച്ചത്. ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിയാണ് 2 ദിവസത്തെ നാടകയാത്ര പയ്യന്നൂർ ബ്ലോക്കിലെ 7 പഞ്ചായത്തുകളിൽ നടത്തിയത്. വിജേഷ് കാരിയുടേതാണ് രചനയും സംവിധാനവും. ഇന്ന് 4 ശവങ്ങൾ കീറി പോസ്റ്റ്മോർട്ടം ചെയ്യാനുണ്ട്. അധികം വൈകിയ അതൊക്കെ ചീഞ്ഞു പോകും. ഒരു ഡോക്ടറെ പണി എന്ന് പറഞ്ഞാൽ ഇറച്ചി വെട്ടുകാരന്റെ പണിയോടോ ഇപ്പോ ഓക്കെ സമയമില്ല, വെച്ചോളൂ. 2 അമ്പലപ്പുറത്ത് ഉത്സവപ്പുറം എന്നൊക്കെ കരിച്ചത് മുറിച്ചൊക്കെ മാറി തിന്നിട്ട് ഡോക്ടർ നെഞ്ചത്തോട് കയറിക്കോൾ. ഒന്ന് 2 3 4 നല്ല പൂക്കളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് വിടുന്നില്ല. എന്നിട്ട് എന്താ കാര്യം? നിന്റെ ഈ കത്തി കയറിയാണല്ലേ നിന്റെയൊക്കെ വിധി. എടാ നിന്നെയൊക്കെ ഞാൻ ഇങ്ങനെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുക. ഡോക്ടറെ വിളിച്ചിട്ട് കാര്യമില്ല. കുറെ മുമ്പേ ആലോചിക്കായിരുന്നു. കഞ്ചാവും മയക്കുമരുന്നും MD ഒക്കെ വലിച്ചു കയറ്റിയിട്ട് ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ട ഗതികരെ വന്നില്ല. എനിക്കൊക്കെ പോയി കിടക്ക.